വിടവാർത്തയിലേക്ക് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ വച്ച് വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് അന്വേഷണ സംഘം. കേസിൽ പ്രതികളായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വധശ്രമം, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി വ്യോമയാന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ഒഴിവാക്കിയാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്, അതിൽ തന്നെ ഗുരുതരമായ വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? 2022 ജൂൺ 13 ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ. അപ്പോഴാണ് വിമാനത്തിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുന്ന ഫസിൻ മജീദ്, നവീൻ, സുദീപ് ജെയിൻ എന്നിവരുടെ നേതൃത്വത്തിൽ അവരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസെടുത്തിരുന്നത്. പക്ഷേ അത് പിന്നീട് അന്വേഷണ സംഘത്തിന്റെ തന്നെ തിരിച്ചടിയാവുന്ന നിലയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. വ്യോമയാന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയതാണ് വലിയ തിരിച്ചടിയായത്. അതുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചിരുന്നുമില്ല. 4 വർഷമായി കുറ്റപത്രം സമർപ്പിക്കാതിരുന്നിട്ട് ഈ വ്യോമയാന വകുപ്പ് ചുമത്തുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. ആ അനുമതി കിട്ടാത്തതിനെ തുടർന്ന് ഇപ്പോൾ വ്യോമയാന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ഒഴിവാക്കി അതിന് പകരം വധശ്രമം, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ നിലനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി ഈ കുറ്റപത്രത്തിനെതിരെ, ഈ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുന്നതിനെതിരെ പ്രതികൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ വകുപ്പുകൾ നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ കോടതിയാണ് തീരുമാനമെടുക്കുകയും ചെയ്യുക. സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.